എല്ലാ വിദ്യാർത്ഥികൾക്കും റിവിഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്ട്രഗിൾ ബിറ്റ്വീൻ കിങ് ആൻഡ് പാർലമെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്കിൽ നിന്ന് തുടങ്ങി അതുപോലെ ചാൾസ് ഫസ്റ്റും അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റും തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്നും അവസാനം പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്തിനു വേണ്ടി അവർ തയ്യാറാക്കി, അതെന്തിന് രാജാവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് അതെങ്ങനെ പാസ്സാക്കിച്ചെടുത്തു എന്നുള്ളത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ഭരണം വളരെ മോശമായി എന്നുള്ളത് നമ്മൾ ജെയിംസ് ഫസ്റ്റിൽ നിന്നേ കണ്ടതാണ്. ജെയിംസ് ഫസ്റ്റിന് ശേഷം ജെയിംസ് സെക്കൻഡ് അല്ല, ചാൾസ് ഫസ്റ്റാണ്. ചാൾസ് ഫസ്റ്റിന് ശേഷം ചാൾസ് സെക്കൻഡാണ്. ചാൾസ് സെക്കൻഡിന് ശേഷം ചാൾസ് തേർഡല്ല, പകരം ജെയിംസ് സെക്കൻഡാണ്. നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യാമെന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും ഒന്നും കൂടി നമ്മളതിനെ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഒന്നും കൂടി ഞാൻ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്നും കൂടി എടുക്കുന്നത് കേട്ടോ. Owing to the unpopular and thoughtless policies of Stuart kings, there was frequent struggles between the king and their parliaments. The Stuarts were strong supporters of feudalism. Parliament, on the other hand, stood for the interest of the middle class. The Stuarts believed in divine right of kings. By the Stuarts believed the king are appointed by God, and so they were answerable to God alone for their activities and not to Parliament. ഇവിടെ വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുകയാണ്. രാജാവിനാണോ അധികാരം കൂടുതൽ, രാജാവിൻ്റെ പാർലമെൻറ്റിനാണോ അധികാരം കൂടുതൽ എന്നുള്ള ആശയതർക്കമാണ് ഇവിടെ നിലനിൽക്കുന്നത്. സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റുവർട്ട് കിങ്സിൻ്റെ ഒരു പെക്യുലിയർ ഫീച്ചറാണ് ഒന്ന് ഡിവൈൻ റൈറ്റ് തിയറി, രണ്ട് ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് സ്റ്റുവർട്ട്സ്. കാരണം അവർക്കറിയാം ഈ ഫ്യൂഡലിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഫ്യൂഡൽ ലോർഡ്സ്, ഈ നോബിൾ കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ, ഇവരൊക്കെ രാജാവിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ രാജാവിന് വേറെ സോൾജിയേഴ്സിനെ ഹയർ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല, വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യം വരില്ല. ഇവർക്ക് ആവശ്യമുള്ള അത്ര ഭൂമി പതിച്ചു കൊടുക്കുക, ഇവർക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ പാർലമെൻറ്റിൽ പാസ്സാക്കിച്ചെടുക്കുക, എന്നിട്ട് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവർ രാജാവിൻ്റെ കൂടെ നിന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ജനങ്ങളെ ഈസി ആയിട്ട് ഇവരെ മുൻപിൽ നിർത്തിയിട്ട് രാജാവിന് അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഭരണം തുടർന്നുകൊണ്ട് പോകാം. അപ്പോൾ ഈ സ്റ്റുവർട്ട് ഡൈനാസ്റ്റി എങ്ങനെയാണോ നോബിൾ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളീ പറയുന്ന ഫ്യൂഡലിസത്തെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അതേസമയം തന്നെ ഇപ്പുറത്തൊരു പാർലമെൻ്റ് ഉണ്ടല്ലോ, രാജാവിൻ്റെ ഓപ്പോസിറ്റായിട്ട് പാർലമെൻറ്റിൻ്റെ ഒരു വിങ് ഉണ്ട്. പാർലമെൻറ്റ് മിഡിൽ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യും. മിഡിൽ ക്ലാസ്സിൽ ആരാ ഉള്ളത്? മിഡിൽ ക്ലാസ്സിലുള്ളത് ഹാൻഡിക്രാഫ്റ്റ്സ് വർക്ക് ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ബിസിനസ്സുകാർ. ഒരുപാട് പേര് മിഡിൽ ക്ലാസ് ആയിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം അവരുടെ കയ്യിൽ വെൽത്ത് ഉണ്ട്. പക്ഷേ അവർ നോബിൾ ഫാമിലിയിൽ ജനിക്കാത്തത് കൊണ്ട്, ബൈ ബർത്ത് ആണല്ലോ, നോബിളാണോ അല്ലയോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ ബൈ ബർത്തിൽ നൊബിലിറ്റി അക്വയർ ചെയ്യാൻ കഴിയാത്ത എന്ന വെൽത്തി ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഇപ്പുറത്തുണ്ട്. അതാണ് മിഡിൽ ക്ലാസ്. ഈ മിഡിൽ ക്ലാസ്സിനെ പാർലമെൻറ്റ് സപ്പോർട്ട് ചെയ്യുക, രാജാവ് നോബിൾസിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാജാവും പാർലമെൻറ്റും തമ്മിൽ നാച്ചുറലി ഒരു കോൺഫ്ലിക്റ്റിലെത്തും. കാരണം ആശയപരമായിട്ട് രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലുള്ളവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്തെ ഇഷ്യൂ ആണ് രാജാക്കന്മാർ സ്ഥിരമായിട്ട് വിശ്വസിക്കുന്ന അവരുടെ ഡിവൈൻ റൈറ്റ് തിയറി. അതിൽ അവർ പറയുന്നു, രാജാവ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ചോദിക്കാൻ ജനങ്ങൾക്കോ പാർലമെൻറ്റിനോ അധികാരമില്ല. രാജാവിനെ ആര് നിയമിച്ചതാണ്? ദൈവം നേരിട്ട് നിയമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹീ ഈസ് ഓൺലി ആൻസറബിൾ ടു ദ ഗോഡ്. ദൈവത്തോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി, ഇവരോടൊന്നും ഉത്തരം പറയേണ്ട ബാധ്യത രാജാവിന് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് സ്റ്റുവർട്ട് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. In 1610, he told to the members of the parliament that the state of monarchy is the most supreme thing on earth.
as to dispute what God may do is blasphemy. As early as 1604 അദ്ദേഹം പറയുന്നു, ജെയിംസ് quarreled with Parliament over a disputed election. When the Parliament claimed the right to decide such matters, he reminded them sharply that he had granted their privileges and would if necessary take them back again. അപ്പോൾ അദ്ദേഹം അവർക്ക് പാർലമെൻറ്റിന്, ഈ അവരെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ വ്യക്തിനെ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, പാർലമെൻറ്റിലെ എല്ലാവരും ചേർത്തിട്ടാണ് പറയുന്നത്. അവർക്ക് ചില അവകാശങ്ങൾ, ചില ആനുകൂല്യങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും ചില തിരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിലായാലും പ്രത്യേക ചില പദവി കൊടുത്തിട്ടുണ്ട്. ഇവിടെ രാജാവ് ഇവരായിട്ട് തർക്കിക്കുകയാണ്, പാർലമെൻറ്റായിട്ട് തർക്കത്തിൽ ഏർപ്പെടാണ്. തർക്കം ഇത്രയേ ഉള്ളൂ, രാജാവ് ഒരു അപ്പോയിൻമെൻറ്റ് നടത്തി. ആ അപ്പോയിൻമെൻറ്റിനെ പാർലമെൻറ്റ് ചോദ്യം ചെയ്തു. പാർലമെൻറ്റ് ചോദ്യം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ, പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും കാൻറ്റംപററി ആർച്ച് ബിഷപ്പായിരിക്കും. അവർക്ക് പോപ്പല്ല ഹെഡ്, പോപ്പ് റോമൻ കാത്തലിക്സിന് മാത്രമാണ്. ഇവിടെ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിൽ കാൻറ്റംപററി ആർച്ച് ബിഷപ്പിനാണ് പ്രാധാന്യം കൂടുതൽ. കാൻറ്റംപററി ആർച്ച് ബിഷപ്പിനെ തീരുമാനിക്കുന്നത് രാജാവാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കാൻറ്റംപററി ആർച്ച് ബിഷപ്പിനാണ് ക്രിസ്ത്യൻ റിലീജിയൻ്റെ, അവിടെയുള്ള പ്രൊട്ടസ്റ്റൻ്റ് റിലീജിയൻ്റെ മൊത്തം ഹെഡായിട്ട് വരുന്നത്. ആംഗ്ലിക്കൻ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം കാൻറ്റംപററി ആർച്ച് ബിഷപ്പായിരിക്കും. ഈ കാൻറ്റംപററി ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നത് രാജാവാണ്. അദ്ദേഹം ഇന്നാളെ പറയാം, ഇപ്പോൾ തോമസ് ബെക്കറ്റ് അടുത്ത കാൻറ്റംപററി ആർച്ച് ബിഷപ്പായിട്ട് അദ്ദേഹത്തെ അവരോധിക്കണമെന്ന ആൾ പറഞ്ഞാൽ അത് തന്നെ ചെയ്യണം. വേറൊരു ചോയ്സ് ഇല്ല പാർലമെൻറ്റിന്. അപ്പോൾ രാജാവിൻ്റെ ഒരു സെലക്ഷനെ പാർലമെൻറ്റ് ചോദ്യം ചെയ്തു. അപ്പോൾ രാജാവ് അവരോട് പറയാണ്, നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രിവിലേജാണ്, ഒരു എക്സ്ട്രാ എന്ന് പറയാവുന്ന പോലെ ഒരു ബോണസ് ആയിട്ടുള്ള, അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെപ്പോൾ വേണമെങ്കിൽ എനിക്ക് തിരിച്ചെടുക്കാം. ഞാൻ നാളെ നിങ്ങൾക്ക് ഈ അവകാശം ഇല്ല എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ ഇവിടെ പാർലമെൻറ്റും ഇല്ല, ഒന്നുമില്ല എന്ന് അദ്ദേഹം ഒരു ഓട്ടോക്രാറ്റായിട്ട് സ്വയം അവരോധിക്കുകയാണ്. ഞാനാണ് ഇവിടെ ഏകാധിപതി, എനിക്കാണ് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളത് എന്ന് അദ്ദേഹം പാർലമെൻറ്റിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് യഥാർത്ഥത്തിലെ പാർലമെൻറ്റും കിങ്ങും രണ്ടുപേരും രണ്ട് തട്ടിലായത്. അവിടെയാണ് സ്ട്രഗിൾ വരുന്നത്. ഇനി ആർക്കാണ് അധികാരം കൂടുതൽ എന്നുള്ളതാണ്. ഇവിടെ പാർലമെൻറ്റിൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ രാജാവിന് ഭരണം നടത്താനായിട്ട് പറ്റുള്ളൂ. അത് പല ആവർത്തി കണ്ടു കഴിഞ്ഞതാണ്. എന്നിട്ടും സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയിൽപ്പെട്ട രാജാക്കന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് എല്ലാറ്റിനും മുകളിൽ രാജാവാണ്, രാജാവിൻ്റെ കീഴിലാണ് ജനങ്ങളും പാർലമെൻറ്റും. ഈ എന്തിന് റിലീജിയൻ പോലും രാജാവിൻ്റെ കീഴിലാണ്. ക്യൂൺ എലിസബത്ത് ചെയ്തിരുന്നു, നമ്മൾ നേരത്തെ കണ്ടതാണ്. ക്യൂൺ എലിസബത്തിൻ്റെ കാര്യത്തിൽ ആക്ട് ഓഫ് സുപ്രീമസി, രാജ്യത്തിൻ്റെ ഹെഡും മതത്തിൻ്റെ സുപ്രീം ഗവർണറും അവിടെ ഹെഡല്ല, മാറ്റം വരുത്തി, ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു. ഗവർണറും ഹെഡും തമ്മിൽ എന്താ വ്യത്യാസം? ഹെഡായാൽ അൾട്ടിമേറ്റ് ആണ്. ഗവർണർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ നടപ്പിൽ വരുത്തുന്ന വ്യക്തി, ഗവേൺ ചെയ്തു പോകാനുള്ള വ്യക്തി, അത്രേ അർത്ഥമുള്ളൂ. അപ്പോൾ റിലീജിയസ് ഗവർണറും രാജ്യത്തിൻ്റെ കാര്യത്തിൽ സുപ്രീം ഹെഡ് എന്നുള്ള പദവിയാണ് എലിസബത്ത് സ്വീകരിക്കാൻ തീരുമാനിച്ചത്. കാരണം അത് ഒരേ സമയം ജനങ്ങളെ രാജ്യത്തിൻ്റെ പേരിലും കൂടെ നിർത്തണം, മതത്തിൻ്റെ പേരിലും കൂടെ നിർത്തണം. അപ്പോൾ അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു ടാക്ടിക്സാണ് എലിസബത്തിൻ്റെ. അത് വർക്കൗട്ടായി. പക്ഷേ ഇവിടെ ഇതല്ല സംഭവിക്കുന്നത്. ഇവിടെ രണ്ടും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകാനായിട്ട് കാരണമാവുകയാണ്. The Stuarts appoint their own men as ministers. They tried to monopolize the right to make laws and punish the opponents. They imposed taxes without discussing the parliament. They also tried to maintain a standing army to enforce the royal interest. Their attempt to control various organs and functions of the government was highly provocative. All this created a condition of struggle with the parliament unavoidable. അപ്പോൾ ഇവിടെ വലിയൊരു പ്രതിസന്ധി നേരിട്ടു. ഗവൺമെൻറ്റിന്
ഒരു നിലയ്ക്കും ഈ പ്രശ്നത്തെ അവസാനിപ്പിക്കാൻ പറ്റാണ്ടായി. രാജാവിന് ഇഷ്ടമുള്ള ആൾക്കാരെ അപ്പോയിൻ്റ് ചെയ്യുക, രാജാവിന് ഇഷ്ടമുള്ള സമയത്ത് ടാക്സ് വർദ്ധിപ്പിക്കുക, രാജാവിന് ഇഷ്ടമില്ലാത്തവരെ ഉപദ്രവിക്കാനായിട്ട് പാർലമെൻറ്റിൻ്റെ നടപടികളെയും അതുപോലെ തന്നെ അതിലുള്ള മെമ്പേഴ്സിനെയും ദുരുപയോഗം ചെയ്യുക, ഇങ്ങനെ തുടങ്ങി ഒരു നിലയ്ക്കും ജീവിക്കാൻ അനുവദിക്കാത്ത പ്രശ്നങ്ങൾ. The socio-religious issues also widened the gap between king and parliament. The great question of the day when James I came to the throne was religion. The Anglican settlement of Queen Elizabeth had endured for her lifetime, but the position both the Puritans within the Church of England and the Roman Catholics outside of it was unsatisfactory. James underestimated the strength of the Puritans, and by taking side against them alienated a powerful section of the community. James feared that the spread of Puritanism in England would lead to the growth of democratic temper and endanger the monarchy envisaged by him. He could not foresee that the hostility of the Puritan would produce a Puritan revolution and bring his successor to the scaffold. Stuart king were tolerant and sympathetic towards Roman Catholics. They supported episcopacy. The later Elizabethan law against the Catholic were extremely harsh. The Stuarts relaxed law against the Catholic. They ill-treated all those who did not fall in line with their religious policy. The parliament was dominated by Puritans. They were the representatives of the middle class and stood for the sovereignty of parliament in political and religious matters. They rejected the divine right theory, though the Puritans belonged to the English church. They wanted certain reforms to be introduced, but the Stuarts were not accepted their demands. ഇവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത്. സ്റ്റുവർട്ട്സും ടുഡോർ ഡൈനാസ്റ്റിയും അല്ലെങ്കിൽ എലിസബത്തും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഞാൻ പറഞ്ഞു, എലിസബത്ത് രാജ്ഞി ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ടാക്ടിക്സ് ഉപയോഗിച്ചപ്പോൾ സ്റ്റുവർട്ട്സ് പൂർണ്ണമായിട്ടും ഓട്ടോക്രാറ്റിക് രീതിയിലാണ് കാര്യങ്ങളെ അനലൈസ് ചെയ്തിരുന്നത്. അവരൊരു തരത്തിലും ഒന്നിനെയും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു വിഭാഗമായിട്ട് നിലനിന്നു. അവിടെയും എലിസബത്ത് കാണിച്ചത് സുപ്രീം ഗവർണർ എന്നുള്ള പദവി ഉപയോഗിച്ചപ്പോൾ ഇവർ ഡിവൈൻ റൈറ്റ് തിയറിയിൽ വിശ്വസിച്ച് സുപ്രീം ഹെഡ് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. എലിസബത്ത് പ്രൊട്ടസ്റ്റൻസ് ആണ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ പ്യൂരിറ്റൻസ് ആണ് ഞങ്ങളുടെ പാർലമെൻറ്റിൽ കൂടുതലുള്ളതെന്ന് മനസ്സിലാക്കി കാത്തലിക്സിനോട് പ്യൂരിറ്റൻസിലുള്ള റൈവൽറി തിരിച്ചറിഞ്ഞ് അവരെ എക്സ്ട്രീം ലെവലിൽ പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതേസമയം സ്റ്റുവർട്ട്സ് വന്നപ്പോൾ അവർ മാക്സിമം റിലാക്സേഷൻ കൊടുത്തു. കാത്തലിക്സിന് ചില അവകാശങ്ങൾ, പുതിയ ചില അംഗീകാരങ്ങൾ, ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം റിലീജിയൻ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റാണ്. അതിൽ തൊട്ടാൽ എന്തായാലും പൊള്ളും എന്നുള്ളത് 100% ഉറപ്പാണ്. ദെൻ ഇവർ പ്യൂരിറ്റൻസ് ഒരുപാട് ഡിമാൻഡ്സ് തങ്ങളുടേതായിട്ട് പാർലമെൻറ്റിന് മുൻപിലും രാജാവിൻ്റെ മുൻപിലും വെച്ചപ്പോൾ അതിനെ രാജാവ് ഒരു മടിയില്ലാതെ റിജക്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇതൊക്കെ അവരെ വല്ലാതെ വേദനിപ്പിച്ച ചില ഇൻസിഡൻസ് ആണ്. Another reason for the struggle between king and the parliament was financial. When the Stuart king imposed illegal taxes and punished those who refused to pay it, the parliament vehemently opposed it. The burden of taxes was fallen upon the middle class, and parliament represented the interest of the middle class. The middle class consisted of rich landowners, wealthy merchants, lawyers and high government officials. This new gentry was the main social group that was the cause of the revolution of 1688.
The struggle between king and the parliament was mainly a conflict between capitalist interest of the middle class and feudal royal authority. James I, in his reign of 25 years, summoned parliament 4 times and quarrelled with them all. In all matters, the king and parliament held opposite views. Religion and taxation were major matters of contention. അപ്പോൾ രാജാവും ഇവരും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഒരു മിഡിൽ ക്ലാസ് പീപ്പിള് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. വെൽത്തി മെർച്ചൻസ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് പീപ്പിൾ ഉണ്ടായിരുന്നു. പാർലമെൻറ്റ് അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ രാജാവ് സപ്പോർട്ട് ചെയ്യുന്നത് പഴയ വെൽത്തി ആയിട്ടുള്ള നോബിൾ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ലാൻഡ് ലോഡ്സിനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇവരുടെ സപ്പോർട്ടുകൾ തമ്മിലുള്ള ഈ വ്യത്യാസം വളരെ വലിയൊരു പ്രതിസന്ധി ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയിരുന്നു. അതാണ് 1658 ഗ്ലോറിയസ് റെവല്യൂഷനിലേക്ക് പോലും നയിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയ വിഷയം, ജെയിംസ് ഫസ്റ്റ് 25 വർഷം രാജ്യം ഭരിച്ചിട്ട് 4 വട്ടം മാത്രമാണ് അദ്ദേഹം പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിയത്. അതിൽ തന്നെ അദ്ദേഹം പാർലമെൻറ്റിനൊന്നും വില വയ്ക്കുന്നില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു രാജ്യത്തെ ജനങ്ങളുടെ പ്രതിനിധികളാണ് ഈ പറയുന്ന പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ആ പാർലമെൻറ്റിന് അദ്ദേഹം വില വയ്ക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ രാജ്യത്തെ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മയെ ജനങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. On the question of foreign policy, also the kings and parliament were in conflict. The parliament wanted to join hands with Protestant countries like Holland and Protestant German states. The Puritan dominated parliament was hostile towards Spain and France. But Stuarts wanted alliance with these Catholic countries. James I, immediately after his accession to the throne of England, ended the Elizabethan war with Spain. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് പാർലമെൻറ്റിനും രാജാവിനും 2 തരം കൺട്രികളോടാണ് താല്പര്യം. അത് റിലീജിയൻ അവരുടെ മെയിനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഫോറിൻ പോളിസി എന്ന് വെച്ചാൽ എന്താ, വിദേശ രാജ്യങ്ങളുമായിട്ട് നമ്മുടെ രാജ്യത്തിനുള്ള ബന്ധത്തിനെയാണ് ഫോറിൻ പോളിസി എന്ന് പറയാം. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ ഇംഗ്ലണ്ടിന് ഇത്രയും നാൾ ചെയ്തിരുന്നത്, എലിസബത്ത് രാജ്ഞിയുടെയൊക്കെ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്, സ്പെയിനിനോടും ഫ്രാൻസിനോടൊക്കെ വളരെ വലിയ രീതിയിൽ ഒരു ശത്രുതാ മനോഭാവമാണ് നിലനിർത്തിയിരുന്നത്. അതിൻ്റെ കാരണം ഫ്രാൻസും സ്പെയിനും റോമൻ കാത്തലിക്സാണ്, പ്രൊട്ടസ്റ്റൻ്റ് അല്ല. എലിസബത്തിന് ദേഷ്യം തോന്നാനുള്ള മെയിൻ കാരണം അതാണ്. ഇംഗ്ലണ്ട് പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസവും ഈ പറയുന്ന സ്പെയിനിലും ഫ്രാൻസിലും കാത്തലിക് വിശ്വാസവും നിലനിൽക്കുന്നതിനാൽ രണ്ടുപേരും ചേർന്ന് പോവില്ല. അപ്പം അന്ന് എലിസബത്ത് രാജ്ഞിയുടെ ഭരണകാലഘട്ടത്തിൽ ജനങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. സ്പെയിനായിട്ട് നമ്മൾ ഒരിക്കലും കൈകോർക്കില്ല, ഫ്രാൻസായിട്ട് നമ്മൾ ഒരിക്കലും കൈകോർക്കില്ല. അതേസമയം പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം നിലനിൽക്കുന്ന ഹോളണ്ടും ഉണ്ട്, പ്രൊട്ടസ്റ്റൻ്റ് ജർമ്മനും ഉണ്ട്. ഈ 2 സ്ഥലങ്ങളിലുമായിട്ട് നല്ല ഒരു ഫോറിൻ പോളിസി ഉണ്ടാക്കിയെടുക്കണമെന്ന് ഇംഗ്ലണ്ടിന് വലിയ താല്പര്യമുണ്ട്. ഇംഗ്ലണ്ടിലെ രാജാവിനല്ല, പാർലമെൻറ്റിന് വലിയ താല്പര്യമുണ്ട്. കാരണം രണ്ടും പ്രൊട്ടസ്റ്റൻ്റാണ്. പക്ഷെ പാർലമെൻറ്റിൻ്റെ ഈ ഇഷ്ടം മറികടന്നുകൊണ്ട് സ്റ്റുവർട്ട്സ് എന്ത് ചെയ്തു, ജെയിംസ് ഫസ്റ്റ് അധികാരത്തിൽ വന്നപ്പോൾ സ്പെയിനുമായിട്ടുള്ള എല്ലാ ശത്രുതയും വേണ്ടാന്ന് വെച്ചു. ഫ്രാൻസായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല, എന്നാലും ശത്രുതാ മനോഭാവമൊന്നുമില്ല. ഫ്രാൻസ് ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരാൻ തയ്യാറാണെങ്കിൽ അവരെ റിസീവ് ചെയ്യാൻ ഇംഗ്ലണ്ട് തയ്യാറായിരുന്നു. കാരണം ജെയിംസിന് കാത്തലിക്സിനോടൊരു ചെറിയ താല്പര്യം കൂടുതലുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വൈഫ് കാത്തലിക് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു താല്പര്യം നിലനിന്ന് പോയത്. ആഫ്റ്റർ ജെയിംസ് ഫസ്റ്റ്, ചാൾസ് സെക്കൻഡ് ആൻഡ് ജെയിംസ് സെക്കൻഡ് റൂൾഡ് ഇംഗ്ലണ്ട്. They all ruled arbitrarily and recklessly and antagonized the parliament and people. എപ്പോഴും പാർലമെൻറ്റിനെ പ്രതിഭാഗത്ത് നിർത്തി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിർത്തി ഇവരൊക്കെ ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വേച്ഛാധിപത്യപരമായിട്ടുള്ളൊരു ഭരണ രീതിയാണ് ഇംഗ്ലണ്ടിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്.
The more the stewards were bent on ruling according to the theory of divine right of kings, the more the members of parliament were bent on curbing royal authority. During the Stuart struggle, 4 points at issue between the king and the parliament consistently recur. Firstly, there was the constitutional struggle in which the liberties of parliament asserted against theory of divine right. അപ്പോൾ ഇവിടെ 4 മെയിൻ പ്രശ്നങ്ങളാണ്. രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. ആ ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, രാജാവ് വിശ്വസിക്കുന്ന ഡിവൈൻ റൈറ്റ് തിയറിക്ക് എതിരാണ് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളും അവകാശങ്ങളും അവർ ചോദിക്കുന്നത്. കാരണം അവർ അധികാരവും അവകാശവും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യം വേണം, പാർലമെൻറ്റിന് കുറച്ച് അധികാരം വേണം എന്ന് പാർലമെൻറ്റ് പറഞ്ഞാൽ അവിടെ രാജാവിൻ്റെ അധികാരത്തിന് അവർ മറികടന്നു. അപ്പോൾ ഡിവൈൻ റൈറ്റ് തിയറി അവിടെ അപ്ലിക്കബിൾ അല്ല. സെക്കൻഡ്ലി, ഇൻ ദ റിലീജിയസ് സ്ട്രഗിൾ ജെയിംസ് സൈഡഡ് വിത്ത് ദി ബിഷപ്സ് അഗെയിൻസ്റ്റ് ദ പ്യൂരിറ്റൻസ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ജെയിംസ് ബിഷപ്സിനെതിരായിട്ട് പ്യൂരിറ്റൻസിൻ്റെ ഭാഗത്ത് നിലനിന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തു ജെയിംസ് എന്നുള്ളത് വലിയൊരു തെറ്റാണ്. കാരണം പ്യൂരിറ്റൻസിൻ്റെ നേതൃത്വത്തിലാണ് പാർലമെൻറ്റിലെ മെജോറിറ്റി. തേർഡ് വൺ, ഇൻ ഫോറിൻ പോളിസി ദ പ്യൂരിറ്റൻ പാർലമെൻറ്റ് opposed alliance political as well as marriage with Roman Catholic Spain and France. ഒരു തരത്തിലുള്ള ബന്ധവും ഈ പറഞ്ഞ സ്പെയിനുമായിട്ടും ഫ്രാൻസുമായിട്ടും കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് നമ്മൾ ഈ പറഞ്ഞ ഫ്രാൻസും സ്പെയിനും. കാരണം രണ്ടും റോമൻ കാത്തലിക് കൺട്രീസാണ്. അപ്പോൾ ഇവരുമായിട്ട് മാരേജ് അലയൻസോ പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റോ ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ട് സോഷ്യോ ഇക്കണോമിക് കൾച്ചറൽ ചേഞ്ച് ഒന്നും താല്പര്യമില്ലാത്ത രാജ്യമാണ് ഇംഗ്ലണ്ട്. പക്ഷേ സ്റ്റുവർട്ട് ഡൈനാസ്റ്റി അധികാരത്തിൽ വന്ന പിന്നെ പലതവണ ഇവരുമായിട്ട് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അതാണ് മൂന്നാമത്തെ റീസൺ. ലാസ്റ്റ് വൺ, ദർ വേർ സർട്ടൻ ഇക്കണോമിക് ആൻഡ് പ്രാക്ടിക്കൽ അബ്യൂസസ് ലൈക്ക് മൊണോപ്പൊളീസ്, ബെനവലൻസസ് ആൻഡ് ഇംപൊസിഷൻസ്. ഇനി ഇതൊന്നും കൂടാതെ ചില ഇക്കണോമിക്കൽ പ്രശ്നങ്ങളും കൂടി നിലനിൽക്കുന്നുണ്ട്. രാജ്യത്ത് ചിലർക്ക് മാത്രം മൊണോപ്പൊളി കൊടുക്കുക, അവർ മാത്രമേ ട്രേഡിൽ നിൽക്കാൻ പാടുള്ളൂ, അവർ മാത്രമേ കച്ചവടം നടത്താൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് രാജ്യത്തിൻ്റെ ട്രേഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ചിലരിലേക്ക് മാത്രമായിട്ട് ഒതുക്കി നിർത്തുക. പിന്നെ ബെനവലൻസസ് എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ടിസം കൊണ്ടുവന്നിട്ട് ചിലർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുക, ചിലരെ അതിൽ നിന്ന് കൃത്യമായിട്ട് ഒഴിവാക്കുക. ഇംപൊസിഷൻസ് എന്ന് പറയുന്നത് അനുവദിക്കപ്പെട്ട അധികാരങ്ങൾക്ക് മുകളിൽ കയറിയിട്ടുള്ള ഒരു അധികാര ബലപ്രയോഗം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ വിനിയോഗം കൂടുതലായിട്ട് നടത്തുന്ന രീതി കൂടി ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ ഇംഗ്ലണ്ടും പാർലമെൻറ്റും തമ്മിലുള്ള പ്രശ്നത്തിലെ നാലാമത്തെ റീസണായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 4 റീസൺസ് കൂടിയിട്ടാണ് ഇംഗ്ലണ്ടിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ജെയിംസ് ഫസ്റ്റിൻ്റെ കാലഘട്ടം തൊട്ടേ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ചാൾസ് ഫസ്റ്റും പാർലമെൻറ്റും തമ്മിലുള്ള പ്രശ്നമാണ്. ചാൾസ് ഫസ്റ്റ് അധികാരത്തിൽ വരുമ്പോൾ എന്ത് മാറ്റമാണ് ജെയിംസ് ഫസ്റ്റ് വരുത്തി വെച്ചതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ചാൾസ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. എന്തൊക്കെയാണ് ചാൾസ് ഫസ്റ്റ് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് ജെയിംസ് ഫസ്റ്റ് വാസ് സക്സീഡഡ് ബൈ ഹിസ് സൺ Charles I. Though James I's reign did not witness a revolution, it witnessed the losing of the bonds of sympathy between the ruler and the ruled. That is often the precursor of revolution. The struggle between the crown and parliament began in his father's reign was fought to a finish in the reign of Charles I. Charles was an Anglican by belief, but like his father, Charles also believed that God had called him to the throne. He was determined to maintain
the rights of the crown and the Anglican Church. Soon after his accession, Charles provoked the English by marrying Catholic princess Henrietta Maria, sister of Louis XIII of France. The Puritan Parliament feared that she would bring up their children in her own belief. Faith, the undue influence of the Queen upon Charles was an important reason for his ruin. അപ്പോൾ ചാൾസ് ഫസ്റ്റ് അധികാരത്തിലേക്ക് വന്നു. ജെയിംസ് ഫസ്റ്റിൻ്റെ ഭരണം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ അടുത്തേക്കാണ് അടുത്ത വ്യക്തി വരുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ചാൾസ് ഫസ്റ്റ് അധികാരം ഏറ്റെടുക്കുന്നു. ചാൾസ് ഫസ്റ്റും അച്ഛനെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ഡിവൈൻ റൈറ്റ് തിയറിയിൽ വിശ്വസിക്കുന്ന രാജാവാണ്. രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് ദൈവം നേരിട്ടാണ്. ദൈവത്തിൻ്റെ പ്രത്യേക സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഞങ്ങൾ രാജാവായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാജാവിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ചാൾസ് ഫസ്റ്റ്. ഡിവൈൻ റൈറ്റ് തിയറി തന്നെ. ഈ ഒരു തിയറിയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് അല്ല, ബ്ലണ്ടർ, മണ്ടത്തരം എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ വരുത്തി വച്ചത് കണ്ടിട്ട് പോലും അത് തിരിച്ചറിഞ്ഞൊരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചില്ല. അച്ഛൻ പരാജയപ്പെട്ടവർക്ക് തന്നെ ഇദ്ദേഹവും പരാജയപ്പെട്ടു. അച്ഛനെ സംബന്ധിച്ചൊരു മെച്ചമുണ്ടായി. ജെയിംസ് ഫസ്റ്റിനെ സംബന്ധിച്ചുണ്ടായ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ജെയിംസ് ഫസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ ഒരു വിപ്ലവം പോലും നടന്നില്ല. രാജഭരണം മാറ്റുന്നതിന് വേണ്ടിയിട്ടോ ജെയിംസ് ഫസ്റ്റിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു ആക്ഷനും ഉണ്ടായില്ല. അദ്ദേഹം വളരെ കാം ആൻഡ് കൂളായിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണം നടത്തി അവസാനിപ്പിച്ചു. പക്ഷെ ഭരണം കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഭരണം തികഞ്ഞ പരാജയമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരിക്കൽ പോലും ജനങ്ങൾ സംസാരിച്ചില്ല. പാർലമെൻറ്റ് പലതവണ സ്ട്രഗിൾ ചെയ്തു. കാരണം പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളെ പോലും കടത്തി വെട്ടിക്കൊണ്ടാണ് ജെയിംസ് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ ദുർവിനിയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചോദ്യം ചെയ്യാൻ പാർലമെൻറ്റ് തയ്യാറായി. പക്ഷേ ജനങ്ങളൊരിക്കലും എന്തിന് തയ്യാറായില്ല? രാജാവിനെ ചോദ്യം ചെയ്യുന്നിടത്തേക്ക് ജെയിംസ് ഫസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ വന്നിട്ടില്ല. പക്ഷേ ചാൾസ് ഫസ്റ്റിനുണ്ടായ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയൊരു മോശം അവസ്ഥ എന്ന് പറയുന്നത്, അച്ഛൻ കുളമാക്കി ഇട്ടോർത്തുനിന്നാണ് ഇദ്ദേഹത്തിന് തുടങ്ങേണ്ടി വന്നത്. അപ്പം അച്ഛൻ ചെയ്തു വെച്ചതിൻ്റെ ഒരു പിന്തുടർച്ച ഇദ്ദേഹം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായി, ജനങ്ങൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു, അപ്പനും മോനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല അല്ലേ, സെയിം പരിപാടി തന്നെ ചെയ്യണു. അപ്പോൾ ഇതിൻ്റെ പണി കിട്ടാൻ പോകണമെന്ന് നമുക്ക് തന്നെയാണെന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടായപ്പോൾ ജനങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാനും പാർലമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി രാജാവിനെതിരെ തിരിഞ്ഞ് പ്രവർത്തിക്കാനും ജനങ്ങൾ തയ്യാറായി. ഇതൊക്കെ പോരാണ്ട് ചാൾസ് ഫസ്റ്റ് പിന്നെയും ഒരു മണ്ടത്തരം കാണിച്ചു. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്യൂരിറ്റൻസ് ആണ് പാർലമെൻറ്റിലുള്ളത്. പാർലമെൻറ്റിലെ പ്യൂരിറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വെറുപ്പുള്ള, ഏറ്റവും ദേഷ്യമുള്ള വിഭാഗമാണ് റോമൻ കാത്തലിക്സ്. കാരണം ആംഗ്ലിക്കൻ ചർച്ച് ഒരിക്കലും റോമൻ കാത്തലിസത്തെ അംഗീകരിക്കില്ല. അപ്പോൾ അതിൻ്റെ എക്സ്ട്രീം എന്ന് പറയുന്ന പ്യൂരിറ്റൻസ് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അപ്പോഴാണ് ഇദ്ദേഹം പ്യൂരിറ്റനായിട്ട് പോലും ഇങ്ങോട്ട് പോയിട്ട്, നേരത്തെ നമ്മൾ ജെയിംസ് ഫസ്റ്റിൻ്റെ അവസാനത്തിൽ പറഞ്ഞിരുന്നു, ജെയിംസ് ഫസ്റ്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് ക്യൂൺ എലിസബത്ത് സ്പെയിനായിട്ടും ഫ്രാൻസുമായിട്ടും നല്ല ബന്ധമല്ല പുലർത്തിയിരുന്നത്. പക്ഷേ ജെയിംസ് ഫസ്റ്റ് അധികാരത്തിൽ വന്ന ഉടനെ ഫ്രാൻസുമായിട്ടും സ്പെയിനുമായിട്ടും നല്ലൊരു ഫോറിൻ പോളിസിയിലെത്തി. ജനങ്ങളെ പ്രൊവോക്ക് ചെയ്ത ഏറ്റവും വലിയ കാര്യം അതന്നെ ഇവിടെയും ചെയ്തു. ചാൾസ് ഫസ്റ്റ് കല്യാണം കഴിച്ചത് ഫ്രാൻസിലെ രാജാവായിട്ടുള്ള ലൂയിസ് 13 മകളെ, സിസ്റ്ററെ, പെങ്ങളെയാണ് കല്യാണം കഴിച്ചത്. അവളുടെ പേരാണ് ഹെൻറിറ്റ മാരിയ. ഒരു മാരിറ്റൽ അലയൻസ്.
മാരിറ്റൽ അലയൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെൻറിറ്റ റോമൻ കാത്തലിക്കാ, ചാൾസ് പ്രൊട്ടസ്റ്റൻ്റാ അല്ലെങ്കിൽ പ്യൂരിറ്റനാ, ഏതോ ആയിക്കോട്ടെ. ഈ രാജാക്കന്മാർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയും? ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ ഒട്ടുമിക്കവാറും രാജാക്കന്മാരൊക്കെ പെൺകോന്തന്മാരാ. പെണ്ണിൻ്റെ വാക്കിനപ്പുറത്തേക്ക് ഒരു അടി വെക്കാൻ ധൈര്യമില്ലാത്തവന്മാരാ. അല്ല, ഇതിപ്പോൾ കേരളത്തിലെ ആയാലും ഇന്ത്യ സമൂഹത്തിലെ ആയാലും ലോകത്തൊട്ടുമിക്കവാറും സ്ഥലത്ത് അങ്ങനെ തന്നെയല്ല സാറ്. ഭാര്യയുടെ വാക്കിനപ്പുറത്തേക്ക് പോണത് ആൾക്കാരുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ആ ഡിബേറ്റിന് ഇപ്പം സമയമില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ, ഞാനതിലേത് കാറ്റഗറിയിൽ പെടും എന്നൊന്നും വാദിക്കാനുള്ള സമയം ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാനതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിൻ്റെ ഒരു പേടി, ഈ പെൺകോന്തൻ ഇനി ആ പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് റോമൻ കാത്തലിസത്തിലേക്ക് മാറുമോ? അവരുടെ മക്കളുണ്ടാവുമല്ലോ, മക്കളെ റോമൻ കാത്തലിക്കായിട്ട് വളർത്തുമോ? മകനെ റോമൻ കാത്തലിക്കായിട്ട് വളർത്തിയാൽ കഴിഞ്ഞു. കാരണം അടുത്ത രാജാവ് മകനാ. മകൻ റോമൻ കാത്തലിക്കാണെങ്കിൽ പിന്നെ എന്തിട്ട് പറയാനുള്ള? ഒന്നും പറയാനില്ല. ഇത് സംഭവിക്കുമോ എന്നുള്ള പേടി അവർക്ക് നല്ലോണം ഉണ്ടായിരുന്നു. The king and parliament started an open encounter during the reign of Charles I. Due to financial stringency, Charles collected many taxes without the sanction of the parliament. Though an Anglican, he followed a pro-Catholic policy. His attitude towards Puritan was harsh and many restrictions were imposed upon them. It was at this condition that Charles summoned his first parliament in 1625. രാജ്യത്ത് ഇത്രയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുമ്പോൾ പാർലമെൻറ്റ് ഓപ്പണായിട്ട് രാജാവിനെതിരായിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് തന്നെ അദ്ദേഹം പോയിട്ട് കുറേ ടാക്സുകൾ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ദുർഭരണത്തിനും അദ്ദേഹത്തിൻ്റെ ഈ സ്വേച്ഛാധിപത്യ ഭരണത്തിനൊക്കെ ഫണ്ട് കണ്ടെത്തണ്ടേ. തൻ്റെ കാര്യങ്ങൾക്ക് കൂടുതൽ ഫണ്ട് കിട്ടാൻ വേണ്ടി അങ്ങോര് കുത്തഴിഞ്ഞ രീതിയിൽ അങ്ങോർക്ക് തോന്നിയ പോലെ തോന്നിയിടത്തുനിന്നൊക്കെ ടാക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഒരു രാജ്യത്ത് ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ മിനിമം ആ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനോട് ആലോചിക്കുക എന്നുള്ളത് ഇദ്ദേഹം ചെയ്തില്ല. അത് അദ്ദേഹത്തിന് പറ്റിയ വലിയൊരു പാളിച്ചയായിരുന്നു. കാരണം ടാക്സ് പിരിക്കണമെങ്കിൽ പാർലമെൻറ്റിൻ്റെയും കൂടി കൺസേൺ വേണം. കാരണം പാർലമെൻറ്റിലെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത റെപ്രസെൻറ്റേറ്റീവ്സാണ് പാർലമെൻറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞാലേ ജനങ്ങളനുസരിക്കുള്ളൂ. പക്ഷെ രാജാവ് പാർലമെൻറ്റിൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് രാജാവാണ്. രാജാവിന് പാർലമെൻറ്റിലുള്ളവരോട് പറയാം. ആ പാർലമെൻറ്റിലുള്ളവരാണ് ആ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ഇവരുടെ അനുവാദം ഇല്ലാതെ ടാക്സ് പിരിക്കാൻ തുടങ്ങിയാൽ ഇവർ ജനങ്ങളോട് പറയും, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഈ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ രാജാവിന് ക്രൂവൽ മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതുകൂടാതെ ഒരു ആംഗ്ലിക്കനായി ഇരുന്നിട്ട് കൂടി ചാൾസ് ഫസ്റ്റ് പ്യൂരിറ്റൻസിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങി. പലയിടത്തും റെസ്ട്രിക്ഷൻ, അനുഭവിച്ചിരുന്ന ഒരു ഓവർ ജോയ് അദ്ദേഹം ഇല്ലാതാക്കി. നിങ്ങൾ അത്ര വലിയ സുഖിക്കലൊന്നും സുഖിക്കണ്ട, ഈ രാജ്യത്ത് എല്ലാവർക്കും കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ തന്നെ മതി നിങ്ങൾക്ക്. കൂടുതൽ കിട്ടുമ്പോഴാണ് എല്ലിൻ്റെ ഇടയിൽ വറ്റുകുത്തുന്നതെന്ന് ചാൾസ് ഫസ്റ്റിനോട് തോന്നലുണ്ടായി. എന്നിട്ട് പ്യൂരിറ്റൻസിനെ ആൾ റെസ്ട്രിക്റ്റ് ചെയ്തു. റോമൻ കാത്തലിക്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ തർക്കമില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങ് ഒരു പ്യൂരിറ്റൻസിനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് 1625 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാർലമെൻറ്റ് വിളിച്ചു ചേർത്തു. അദ്ദേഹം അധികാരത്തിൽ വന്ന ആ വർഷം തന്നെ അദ്ദേഹം ആദ്യത്തെ പാർലമെൻറ്റ് വിളിച്ചു ചേർത്തു. ഇറ്റ് വാസ് met in turbulent mood. Charles wanted grant for the war against Spain, but the parliament granted a meager amount for the war. Again the parliament sanctioned the tonnage and poundage duties only for 1 year. ഈ പൗണ്ടേജ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടീസാണ്.
ഒരു രാജ്യത്തേക്ക് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഇറക്കുമതി ചെയ്യുമ്പോൾ രാജ്യം കൊടുക്കേണ്ട ഡ്യൂട്ടിയാണ്. അതിൽ പിന്നെ ട്യൂണ്ടേജ് എന്ന് പറയുന്നത് അപ്പോൾ നാച്ചുറലി എനിക്ക് തോന്നുന്നു എക്സ്പോർട്ടിങ്ങിലുള്ള ഡ്യൂട്ടീസോ തീരുവയോ അങ്ങനെ ടാക്സ് വല്ലതായിരിക്കും. ഇതൊക്കെ ഒരു വർഷത്തെ വാലിഡിറ്റി ആക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം ഇത് പുതുക്കണം. പുതുക്കിയില്ലെങ്കിൽ രാജാവിന് അത് മേടിക്കാനുള്ള അനുമതിയില്ല. അങ്ങനെ ചെയ്താലുള്ള മെച്ചം ഓരോ വർഷവും രാജാവ് പാർലമെൻറ്റിനോട് അനുമതി ചോദിക്കണം. ഇനി ഫ്രാൻസുമായിട്ട് നല്ല അലയൻസിലെത്തി, ഒരു മാരിറ്റൽ അലയൻസിലെത്തി. ആ സമയത്താണ് സ്പെയിനായിട്ട് പ്രശ്നമാവുന്നത്. സ്പെയിൻ കാത്തലിക് രാജ്യമാണ്, പക്ഷേ സ്പെയിനുമായിട്ട് ചാൾസ് അത്ര രസത്തിലല്ല. അതുകൊണ്ട് ചാൾസ് സ്പെയിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഒരു എമൗണ്ട് പാർലമെൻറ്റിനോട് പാസ്സാക്കി തരാൻ പറഞ്ഞു. പക്ഷേ പാർലമെൻറ്റ് അതിന് അനുമതി കൊടുത്തില്ല. പാർലമെൻറ്റ് പറഞ്ഞു തൽക്കാലം വലിയ എമൗണ്ട് ഒന്നുമില്ല, ഒരു ചെറിയ എമൗണ്ട് വരും, തനിക്ക് വേണമെങ്കിൽ ഞാൻ യുദ്ധം ചെയ്താൽ മതി. പാർലമെൻറ്റിന് അവരോട് ദേഷ്യമുണ്ട്, സ്പെയിനോട് ദേഷ്യമുണ്ട്. ആ ദേഷ്യം പക്ഷേ അവരുടെ റിലീജിയൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അവരുടെ റിലീജിയൻ കാത്തലിസമാണ്, അതിനോടുള്ള ദേഷ്യം മാത്രമേ ഉള്ളൂ. Generally, these duties were sanctioned by the parliament for a king for his lifetime, but the parliament realized that by controlling finance, they might controlling the king. They wanted to consult about religious reform and foreign affairs. Charles naturally felt insulted and he soon dismissed his first parliament. Financial crisis aroused out of the Spanish War forced the king to summon the parliament in the next year. The parliament was adamant in their policy, and so that parliament also dissolved in the same year. അപ്പോൾ ആദ്യത്തെ പാർലമെൻറ്റ് തനിക്കൊന്നും അനുവദിച്ചില്ല, ചോദിച്ചതൊന്നും തരുന്നില്ല എന്ന് കണ്ടപ്പോൾ രാജാവ് ആ ദേഷ്യത്തിന് പാർലമെൻറ്റിനോട് പിരിച്ചു വിട്ടു. ഇവരിങ്ങനെ വലിയ രാജാക്കന്മാരായിട്ട് നടക്കണ്ട, എനിക്ക് ഫണ്ട് അനുവദിക്കാത്തവർ എൻ്റെ പാർലമെൻറ്റായിട്ട് നിലനിൽക്കണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ രാജാവ് പാർലമെൻറ്റ് പിരിച്ചുവിടാൻ തീരുമാനിച്ചു. പക്ഷേ സ്പെയിനുമായിട്ടുള്ള യുദ്ധം മുറുകി ഇത്തിരി ക്രൈസിസ് വന്നപ്പോൾ എങ്ങനെയും ഈ ക്രൈസിസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് രാജാവിന് നിർബന്ധമായിട്ടും പാർലമെൻറ്റ് വിളിക്കേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ നെക്സ്റ്റ് ഇയറിൽ 1626 അദ്ദേഹം അടുത്ത പാർലമെൻറ്റ് വിളിച്ചു. അവിടെയും പൈസയുടെ ആവശ്യം പറഞ്ഞ് പാർലമെൻറ്റും രാജാവും തമ്മിലടയുകയും ആവശ്യത്തിന് പൈസ രാജാവിന് അനുവദിച്ചു കൊടുക്കാതിരുന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പാർലമെൻറ്റിനെ വീണ്ടും ഡിസോൾവ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കാരണം അതുവരെ രാജാവ് പറഞ്ഞത് അനുസരിച്ച് അല്ലെങ്കിൽ രാജാവിൻ്റെ താല്പര്യത്തിനൊത്ത് നിന്നിരുന്ന പാർലമെൻറ്റാണ് പെട്ടെന്ന് സ്പെയിനുമായിട്ടുള്ള യുദ്ധം വന്നപ്പോൾ രാജാവിനെ സഹായിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ രാജാവിനതൊരു ഇൻസൾട്ടായി അവിടെ. കാരണം തനിക്ക് പൈസ കിട്ടേണ്ട സാഹചര്യത്തിലാണ് താൻ പാർലമെൻറ്റിനെ വിളിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും പാർലമെൻറ്റ് പൈസ അനുവദിക്കാണ്ടായപ്പോൾ രാജാവ് അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച്, സ്വാധീനം ഉപയോഗിച്ച് പാർലമെൻറ്റിനെ ആ വർഷം തന്നെ പിരിച്ചുവിട്ടു. അപ്പോൾ 2 പാർലമെൻറ്റ് വിളിച്ചു, 2ഉം പിരിച്ചുവിടേണ്ടി വന്നു. ഇനി പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആണ്. എന്തിനു വേണ്ടി പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് തയ്യാറാക്കി, എന്തൊക്കെയാണ് അവരതിനകത്ത് ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ. The third parliament of Charles I was summoned in 1628. 25-ലൊരെണ്ണം, 26-ലൊരെണ്ണം, പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് 28-ൽ അടുത്ത പാർലമെൻറ്റ്. ഫോളോയിങ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ പാർലമെൻറ്റ് ആൻഡ് ദ കിങ് ഓവർ ദി എക്സിക്യൂഷൻ ഓഫ് ദി 30 years war, പാർലമെൻറ്റ് refused to grant subsidies to support the war effort. 30 വർഷമായി യുദ്ധം നടക്കുന്നു. ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് പാർലമെൻറ്റാണ് രാജാവിന് ഫണ്ട് അനുവദിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റിൽ എതിർപ്പ് വരാൻ തുടങ്ങി. നമ്മളെന്തിനാ രാജാവിന് ഇങ്ങനെ ഫണ്ട് ചെയ്യേണ്ട കാര്യം? രാജാവിൻ്റെ ഇഷ്ടത്തിനാണ് പോയിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാർലമെൻറ്റിനോട് ആലോചിച്ചിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിന് ഫണ്ട് അനുവദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ശക്തമായിട്ട് അതിനെ എതിർക്കാൻ തുടങ്ങി. ചാൾസ് then gathered money through forced loans without parliamentary approval and arbitrarily imprisoning those who refused to pay. അപ്പോൾ രാജാവ് എന്ത് ചെയ്യാൻ തുടങ്ങി? തൻ്റെ ശക്തി ഉപയോഗിച്ച് ആൾക്കാരിൽ നിന്നും ബലമായിട്ട് ലോൺ എടുപ്പിക്കാൻ തുടങ്ങി. ലോൺ എടുക്കുക, അതിൻ്റെ പലിശ മേടിക്കുക, അവരുടെ നിന്ന് കൂടുതലായിട്ട് പൈസ മേടിച്ച് രാജാവിന് തോന്നിയ പോലെ യുദ്ധത്തിന് ചിലവാക്കുക.
പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പേയ്മെൻറ്റ് നടത്താത്ത കുറച്ച് പേരുണ്ടാവുമല്ലോ. ഇപ്പോൾ രാജാവ് പറഞ്ഞുകൊണ്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്യണം നിർബന്ധമില്ല. അപ്പോൾ അവർ കുറച്ച് പേര് പേയ്മെൻറ്റ് ചെയ്യാതെ വിട്ടു നിൽക്കും. ആ വിട്ടു നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? അവരെ പിടിച്ച് ജയിലിലടച്ച് പൈസ അടയ്ക്കുന്നവരെ അവരെ ജയിലിലിടാനായിട്ട് തുടങ്ങി. Moreover, the war footing of the nation led to the forced billeting of soldiers within the homes of private citizens and the declaration of martial law over large swaths of the country. In the third parliament, the grievances of the parliament were embodied in the petition of rights of 1628. 1628 വിളിച്ചു ചേർത്ത മൂന്നാമത്തെ പാർലമെൻറ്റ്. ഈ പാർലമെൻറ്റ് രാജാവ് ചെയ്ത കുറ്റങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് അതൊരു പെറ്റീഷനാക്കി രാജാവിൻ്റെ മുമ്പിൽ തന്നെ സമർപ്പിക്കുകയാണ്. ഇത് ഒപ്പിട്ടേ പറ്റൂ. കാരണം കിങ് ജോണിൻ്റെ അടുത്ത് 1215 മാഗ്ന കാർട്ട നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മാഗ്ന കാർട്ട ഒപ്പിടിച്ച സമയത്തും ഇങ്ങനെ തന്നെയാണ്. രാജാവിൻ്റെ ദുർഭരണത്തിൽ പൊറുതി മുട്ടിയ ജനങ്ങൾ രാജാവിനെ തടഞ്ഞു വയ്ക്കുന്നു, നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ കൊണ്ട് പെറ്റീഷൻ ഒപ്പിടിക്കുന്നു. എന്നിട്ട് അത് മാഗ്ന കാർട്ട എന്ന പേരിൽ രാജ്യത്തിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നുള്ള രീതിയിൽ അംഗീകരിക്കുന്നു. ഇവിടെയും അതുപോലെ തന്നെ ഇവരൊരു പെറ്റീഷൻ തയ്യാറാക്കി അതിൽ രാജാവിൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുകയാണ്. ദ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പാസ്ഡ് ഓൺ 7th June 1628 is a major English constitutional document that set out specific liberties of the subject, that the king is prohibited from non-parliamentary taxation, forced billeting of soldiers, imprisoning without cause, and the use of martial law. മാർഷ്യൽ ലോ നടപ്പാക്കലിനെതിരെ ഒരു ഫോഴ്സിനെ, സ്റ്റാൻഡിങ് ആർമിയെ നിലനിർത്തി അവർക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരം, രാജ്യത്ത് എവിടെയും കടന്നു ചെല്ലാനും കയറി ചെല്ലാനുമുള്ള അധികാരം കൊടുക്കുന്ന രീതിയിലുള്ള ബില്ലറ്റിംഗ് ഓഫ് സോൾജിയേഴ്സ്, സാധാരണ ആളുകളെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി അവരെ നിർബന്ധപൂർവ്വം സോൾജിയേഴ്സ് ആക്കുന്ന രീതി, അവർക്കൊന്നും പറയാൻ സമയം കൊടുക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ അധികാരങ്ങളെ കുഴിച്ചു മൂടി അതിനെ പൂർണ്ണമായിട്ടും മറികടക്കുന്ന ഒരു രീതി. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള, ഇദ്ദേഹത്തിൻ്റെ ഫോഴ്സ് ചെയ്തുകൊണ്ടുള്ള ഈ ഭരണരീതിയെ ജനങ്ങൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിലൂടെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ അധികാരം ഇല്ലാതെ അല്ലെങ്കിൽ അനുവാദമില്ലാതെ രാജാവിന് ടാക്സ് പിരിക്കാനുള്ള അധികാരത്തിൽ നിന്നവർ ശക്തമായിട്ട് വിലക്കി. ദ കിങ് ഗേവ് ഹിസ് അസെൻറ്റ് ടു ദ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ദി കണ്ടീഷൻ ദാറ്റ് more money was voted for his war efforts. The petition of rights is seen as one of England's most famous constitutional document of equal value to Magna Carta in 1215 and Bill of Rights 1689. This parliament was dissolved in 1629. അപ്പോൾ 1215 ഒപ്പിട്ട മാഗ്ന കാർട്ടയും 1689 പാസ്സാക്കാൻ ഇരിക്കുന്ന ബിൽ ഓഫ് റൈറ്റ്സും നമ്മളിപ്പോൾ മുമ്പിലാണ്. 1629 കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, 28 കാര്യം. അപ്പോൾ 28 ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നതിന് മാഗ്ന കാർട്ട പോലെയോ ബിൽ ഓഫ് റൈറ്റ്സ് പോലെയോ ഒരുപോലെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഇംഗ്ലണ്ടിലെ സുപ്രധാന നിയമരേഖയായിട്ടാണ് കണക്കാക്കുന്നത്. രാജാവ് ഇത് ഒപ്പിടാനുണ്ടായ കാരണം അല്ലെങ്കിൽ സാഹചര്യം എന്ന് പറയുന്നത്, രാജാവ് പറഞ്ഞു ബിൽ ഓഫ് റൈറ്റ്സിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഞാൻ ഒപ്പിടണമെങ്കിൽ എനിക്ക് എൻ്റെ വാർ എഫേർട്സിന് വേണ്ടി കൂടുതലായിട്ടുള്ള പണം ജനങ്ങളും പാർലമെൻറ്റും അനുവദിക്കുകയാണെങ്കിൽ ഞാനിത് ഒപ്പിടാമെന്ന് രാജാവ് സമ്മതിക്കുകയായിരുന്നു. അവരും അത് അംഗീകരിച്ചതോടുകൂടി അത് നിയമമായിട്ട് ചാൾസിന് അംഗീകരിക്കേണ്ടി വന്നു. 28 ബിൽ ഓഫ് റൈറ്റ്സ്, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പാസ്സാക്കുകയും പിറ്റത്തെ വർഷം 29 പാർലമെൻറ്റ് പിരിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പാർലമെൻറ്റും രാജാവും തമ്മിലുള്ള സ്ട്രഗിളിനെ കുറിച്ചിട്ടാണ്. ദ സ്ട്രഗിൾ ബിറ്റ്വീൻ കിങ് ആൻഡ് ദി പാർലമെൻറ്റ്. രാജാവും പാർലമെൻറ്റും രണ്ട് തട്ടിലായിരുന്നു ജെയിംസ് ഫസ്റ്റിൻ്റെ കാലഘട്ടം തൊട്ടേ. പിന്നീട് അത് ചാൾസ് ഫസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ കൂടുതൽ രൂക്ഷമാവുകയും ചാൾസ് ഫസ്റ്റ് അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വന്നു. കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില എഫേർട്ടുകൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ചില പ്രവർത്തനങ്ങൾ ഈ പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുകയും
ചാൾസ് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുകയും റോമൻ കാത്തലിക്സിന് കൂടുതൽ ഫ്രീഡം കൊടുക്കുകയും അതുപോലെ തന്നെ റോമൻ കാത്തലിക്കായിട്ടുള്ള ഫ്രാൻസിലെ രാജാവായിട്ടുള്ള ലൂയിസ് 14 പെങ്ങളെ കല്യാണം കഴിച്ച് ഒരു റോമൻ കാത്തലിക് സ്റ്റൈലിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു. പാർലമെൻറ്റായിട്ട് മറ്റുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ കൺസേൺ കൂടാതെ ടാക്സ് പിരിക്കുകയും പാർലമെൻറ്റിനോട് ചോദിക്കാതെ പലരെയും കാരണം കൂടാതെ തടങ്കലിൽ വയ്ക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ രീതി പാർലമെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഇതും രാജാവിനെ പ്രകോപിപ്പിച്ച മറ്റൊരു തീരുമാനമാണ്. ഇതിനെല്ലാത്തിനും പരിഹാരം എന്നോണം ഒരു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ ഒരു ബില്ല് തയ്യാറാക്കി പാർലമെൻറ്റ് തന്നെ രാജാവിൻ്റെ മുൻപിൽ അത് സമർപ്പിക്കുകയും രാജാവിനെ കൊണ്ട് നിർബന്ധപൂർവ്വം ആ ബില്ലിൽ ഒപ്പുവെപ്പിച്ച് അത് നിയമമാക്കി മാറ്റുകയും ചെയ്തു. പാർലമെൻറ്റിൻ്റെ അനുമതി കൂടാതെ ടാക്സേഷൻ നടത്താൻ പാടില്ല, ആർമിയെ പിൻവലിക്കണം, മാർഷ്യൽ ലോ പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ അവർ ആ നിയമത്തിലൂടെ അല്ലെങ്കിൽ ആ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിലൂടെ അവർ നേടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ വീണ്ടും ചർച്ച ചെയ്തത് നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാക്കാനും നന്നായിട്ട് പഠിക്കാനും ആ പോർഷൻ്റെ ഇമ്പോർട്ടൻസ് കൂടി കണക്കിലെടുത്തിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങളതിനോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. ഒപ്പം കൊറോണയുടെ കാര്യത്തിൽ ഇത്തിരി കൂടി ജാഗ്രത എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുക. കാരണം നമുക്ക് വന്നോട്ടെ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആറ്റിറ്റ്യൂഡിൽ വലിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് വന്നാൽ നമ്മളിൽ നിന്ന് 10 പേരിലേക്കും ആ 10-ൽ നിന്ന് 1000-ലേക്കും എത്താൻ വലിയ സമയം വേണ്ട എന്ന് കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ സേഫായിരിക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ സേഫാക്കുക എന്നുള്ള ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക. താങ്ക് യു.